പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ചെലവ് ചുരുക്കൽ നടപടികൾ നടപ്പിലാക്കാൻ എയർ ഇന്ത്യ. ഗുരുഗ്രാമിലെ ആസ്ഥാനത്ത് വ്യാഴാഴ്ച നടന്ന ബോർഡ് യോഗത്തിൽ ചെലവ് ചുരുക്കൽ സംബന്ധിച്ച് നിർണായക തീരുമാനങ്ങൾ കൈക്കൊണ്ടിരുന്നു. വിമാന സർവീസുകൾ വെട്ടിക്കുറച്ചുകൊണ്ട് പ്രതിസന്ധിയെ നേരിടാനാണ് ശ്രമം. അടുത്ത 3 മാസത്തേക്ക് 20% വരെ സർവീസുകൾ വെട്ടിക്കുറയ്ക്കാനാണ് ആലോചിക്കുന്നത്. സിഇഒ ക്യാമ്പൽ വിൽസൺ, ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ സഞ്ജയ് ശർമ്മ, ചീഫ് ഹ്യൂമൻ റൈറ്റ്സ് ഓഫീസർ രവീന്ദ്ര കുമാർ GP തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. എല്ലാ ജീവനക്കാർക്കും കുറഞ്ഞത് ബോണസ് നൽകുന്നതിനെക്കുറിച്ചും വൈസ് പ്രസിഡന്റ് തലത്തിലുള്ളവരുടെയും അതിന് മുകളിലുള്ളവരുടെയും ശമ്പളം വെട്ടിക്കുറയ്ക്കുന്നതിനെക്കുറിച്ചും ബോർഡ് ചർച്ച ചെയ്തതായാണ് വിവരം. സാങ്കേതിക ഇതര വിഭാഗങ്ങളിൽപ്പെടുന്ന ജീവനക്കാരെ ശമ്പളമില്ലാതെ നിർബന്ധിത അവധിയിൽ വിടുന്നതും ബോർഡിന്റെ പരിഗണനയിലുണ്ട്. മാർച്ച് 31-ന് 220 ബില്യൺ രൂപയുടെ റെക്കോർഡ് നഷ്ടത്തോടെയാണ് എയർ ഇന്ത്യ സാമ്പത്തിക വർഷം അവസാനിപ്പിച്ചത്. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ചെലവ് ചുരുക്കൽ നടപടികളിലേക്ക് എയർ ഇന്ത്യ കടന്നിരിക്കുകയാണ്. ഗുരുഗ്രാമിലെ ആസ്ഥാനത്ത് വ്യാഴാഴ്ച നടന്ന ബോർഡ് യോഗത്തിൽ ചെലവ് ചുരുക്കൽ സംബന്ധിച്ച് നിർണായകമായ തീരുമാനങ്ങൾ കൈക്കൊണ്ടിരിക്കുകയാണ്. വിമാന സർവീസുകൾ വെട്ടിക്കുറച്ചുകൊണ്ട് പ്രതിസന്ധിയെ നേരിടാനാണ് പ്രധാനമായും ശ്രമിക്കുന്നത്. അടുത്ത 3 മാസത്തേക്ക് 20% വരെ സർവീസുകൾ വെട്ടിക്കുറയ്ക്കാനാണ് എയർ ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നത്. സിഇഒ ക്യാമ്പൽ വിൽസൺ, ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ സഞ്ജയ് ശർമ്മ, ചീഫ് ഹ്യൂമൻ റൈറ്റ്സ് ഓഫീസർ രവീന്ദ്ര കുമാർ GP തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. എല്ലാ ജീവനക്കാർക്കും കുറഞ്ഞത് ബോണസ് നൽകുന്നതിനെക്കുറിച്ചും വൈസ് പ്രസിഡന്റ് തലത്തിലുള്ളവരുടെയും അതിന് മുകളിലുള്ളവരുടെയും ശമ്പളം വെട്ടിക്കുറയ്ക്കുന്നതിനെക്കുറിച്ചും തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സാങ്കേതിക ഇതര വിഭാഗത്തിൽ പെടുന്ന ജീവനക്കാരെ ശമ്പളമില്ലാതെ നിർബന്ധിത അവധിയിൽ വിടുന്നതും ബോർഡിന്റെ പരിഗണനയിലുണ്ട്. മാർച്ച് 31-ന് $2.3 ബില്യൺ ആയിരുന്നു റെക്കോർഡ് നഷ്ടത്തോടെയാണ് എയർ ഇന്ത്യ സാമ്പത്തിക വർഷം അവസാനിപ്പിച്ചത്.